ഇൻട്രസ്റ്റിംഗ് ഫ്രഷ് മേക്കിംഗ്, പുതിയ പിള്ളേർ, അതിൻ്റെ സന്തോഷം. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല. രസമുണ്ട്, പുതിയ ആളുകൾ വന്നതിൻ്റെ ഒരു ഫ്രഷ്നസ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് വൈസ്, ടോൺ വൈസ്, എഡിറ്റ് വൈസ് എല്ലാം രസമുണ്ട്. ബാക്കി ധ്യാൻ അടിപൊളി. ട്രീറ്റ്മെൻറ്റ് ഭയങ്കര, എനിക്ക് അതാണ് ഏറ്റവും ടേക്ക് അവേ. ട്രീറ്റ്മെൻറ്റ് ഭയങ്കര രസമുണ്ട്. വെറൈറ്റി ഉണ്ട്. ബാക്കി ഞാൻ നാളെ ഓഡിയൻസ് പറയട്ടെ. നമുക്ക് അങ്ങനെ ഇപ്പം സിനിമ സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ധ്യാൻ 2.0 എങ്ങനെയുണ്ട്? എല്ലാരും കാണുക. കാണാറില്ല, ബട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ക്രൈം ത്രില്ലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലതാണ്. അപ്പൊ എന്തായാലും ശരി. ഇത് കോമഡി അല്ല. നമ്മൾ ഇതുവരെ ധ്യാനിനെ കാണാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു മൂവി ചെയ്തിട്ടുള്ളത്. ധ്യാൻ തന്നെ പറയുകയായിരിക്കും നന്നാവുക. കാരണം ഫുൾ ക്യൂരിയോസിറ്റി ആൻഡ് ഒരു ത്രില്ലർ ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു സിനിമ നമ്മളെ കൊണ്ടുപോകണേ ത്രൂ ഔട്ട്. അതായത് ലൈക്ക് ഇന്റർവെല് വേറൊരു ട്വിസ്റ്റ്, അതിന് ശേഷം ഒരു ട്വിസ്റ്റ്, ബാക്കി എല്ലാവരും നേരിട്ട് കാണും കേട്ടോ സിനിമ. യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം കൊള്ളാം. നല്ല പടമാണ്. ഭയങ്കര എന്റർടൈനറാണ്. റിട്ടേൺ വെൽ, ഷോർട്ട് വെൽ, മൊത്തത്തിൽ ധ്യാൻ ഓൾവേസ് അടിപൊളിയാണ്. ധ്യാൻ എങ്ങനെയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ധ്യാൻ ഓൾവേസ് ഗുഡ് ആക്ടർ. ഫീൽ ചെയ്തോ? ധ്യാൻ ടൈറ്റിൽ കാണിച്ചത് ധ്യാൻ 2.0 ആണ്. ഷുവർ, ഓക്കെ. ധ്യാൻ ഈസ് ഓൾവേസ് ഹിയർ. സിനിമ ഗംഭീരമായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ ധ്യാൻ്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പടമാണ് ഡിറ്റക്റ്റീവ് ജ്വല്. എല്ലാ തരത്തിലും എവറി ടെക്നിക്കൽ ടീം, ലൈക്ക് ഡയറക്ഷൻ ആവട്ടെ, DOP ആവട്ടെ, എഡിറ്റിംഗ്, എല്ലാവരും ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു യൂണിവേഴ്സ് ഭയങ്കര നന്നായിട്ടുണ്ട്. ഇനി അടുത്ത ഈ യൂണിവേഴ്സിൻ്റെ നെക്സ്റ്റ് പാർട്ട്, അതിന് വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന